ഹലോ കൂട്ടുകാരെ, 2014 പുറത്തിറങ്ങിയിട്ടുള്ള തുർക്കിഷ് ഹൊറർ സിനിമകളിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കിഡിലൻ സിനിമയാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടാകും. എല്ലാ ദിവസവും ഞാൻ ഇന്തോനേഷ്യൻ സിനിമകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. സിനിമ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ചെറിയ ഇൻസിഡന്റ് എഴുതി കാണിക്കുന്നുണ്ട്. ഈ ഒരു സിനിമ ശരിക്കും നടന്നതാണ് എന്നാണ് പറയുന്നത്. നിയമപരമായിട്ട് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങളുടെ പേരുകളൊക്കെ അവർ വേറെയാണ് കൊടുത്തിരിക്കുന്നത്. മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്നൊരു ദിവസം വല്ലായിക വരുന്നു. അയാൾക്ക് ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന ഒരാളല്ല. പക്ഷേ ഇയാൾക്കെതിരെ ആരോ ബ്ലാക്ക് മാജിക് ഉപയോഗിച്ചതായിരുന്നു. മുഹമ്മദിന്റെ പരിചയക്കാരനായിട്ടുള്ള ഗബ്രിയേല് ഈ ഒരു ബ്ലാക്ക് മാജിക്കിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് മുഹമ്മദിനെ സഹായിച്ചു. വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം ഒസ്നൂർ എന്ന് പറയുന്ന ഒരു യുവതി ഇഫ്സാൻ ഹോജ എന്ന് പറയുന്ന ഒരു കൊടും മന്ത്രവാദിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവളുടെ കൂടെ ഒരു കൂട്ടുകാരിയുമുണ്ട്. അപ്പൊ തന്നെ ഒരു വയസ്സായിട്ടുള്ള സ്ത്രീ വന്നിട്ട് ഇഫ്സാൻ ഹോജ നിങ്ങളെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു റൂമിലേക്ക് കൊണ്ടുപോകുന്നു. പോകുമ്പോ തന്നെ ഈ ഒരു പ്രായമായിട്ടുള്ള സ്ത്രീ ഇവരോട് തലയിൽ തട്ടമിടാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഈ കൊടും മന്ത്രവാദിയായിട്ടുള്ള ഇഫ്സാൻ ഹോജ എന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നു. ഒസ്നൂർ ഉള്ള കാര്യം പറഞ്ഞു. കൂഡ്രറ്റ് എന്ന് പറയുന്ന ഒരു പയ്യൻ ഇവളെ സ്നേഹിക്കണം, ഇവൾ അയാളുടെ മാത്രമാകണം. സ്നൂറിന്റെ ആന്റിയുടെ മകനാണ് കൂഡ്രറ്റ്. ഇഹ്സാൻ ഹോജ അപ്പൊ തന്നെ എന്തൊക്കെയോ കൂടോത്രങ്ങൾ ആരംഭിച്ചു. തൊട്ടടുത്ത നിമിഷം ഇവളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ഈ കൂട്ടുകാരി ഉണ്ടല്ലോ, അവളുടെ ദേഹത്തേക്ക് ഒരു ബാധ കയറുന്നു. എന്നിട്ട് അത് ഉറക്കെ നമ്മുടെ ഒസ്നൂറിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് അവനെ തന്നെ വേണോ? അവൻ നിന്റെ തന്നെ നാശത്തിന് കാരണമാകും. പക്ഷേ ഒസ്നൂർ ആകട്ടെ ഈ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ 12 വർഷങ്ങൾക്ക് ശേഷം, കൃത്യമായിട്ട് പറഞ്ഞാൽ മെയ് 2009, നേരത്തെ പറഞ്ഞ കൂഡ്രറ്റിന്റെ അടുത്തേക്ക് ഓടി വരികയാണ് നമ്മുടെ ഒസ്നൂർ. അവന് ടൗണിൽ ഒരു ചിക്കൻ ഷോപ്പ് ഉണ്ട്. ഒസ്നൂർ ഇപ്പോ ഈ ഒരു കടയിലേക്ക് വന്നത് കൂഡ്രറ്റിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നു. ദേഷ്യം പിടിച്ച കൂഡ്രറ്റ് ആകട്ടെ ഒരൊറ്റ ചവിട്ട്. കൂഡ്രറ്റിന്റെ കുഞ്ഞ് ഒസ്നൂറിന്റെ വയറ്റിലുണ്ടായിരുന്നു. അതിന്റെ കാര്യം ഏകദേശം ഇപ്പൊ തീരുമാനമായി. അപ്പോഴും കൂഡ്രറ്റിന് യാതൊരുവിധ ദയവും ദാക്ഷിണ്യവും ഇല്ലായിരുന്നു. ഒരു കാറിലും കയറ്റി അവളെ ഹോസ്പിറ്റലിലേക്ക് അവൻ പറഞ്ഞയച്ചു. പിന്നീട് കാണിക്കുന്നത് കുഡ്രറ്റിന്റെ വയ്യാതെ കിടക്കുന്ന അമ്മയെയാണ്. തൊട്ടടുത്ത് നിൽക്കുന്നത് മറ്റാരുമല്ല, കുഡ്രറ്റിന്റെ ഭാര്യയായിട്ടുള്ള നിസ. ഇനി ഒരാളെ കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ട്. കുഡ്രറ്റിന്റെയും നിസയുടെയും മകളായിട്ടുള്ള സൈദ. അവൾക്ക് കണ്ണ് കാണില്ല. ചെറുപ്പം തൊട്ടേ അവളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതാണ്. ചുരുക്കി പറഞ്ഞ ഒസ്നൂറിന് ഇപ്പോഴും പൂർണ്ണമായിട്ടും കൂഡ്രറ്റിനെ സ്വന്തമാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കൂഡ്രറ്റും ഒസ്നൂറും തമ്മിലുള്ള ബന്ധമൊന്നും ഭാര്യയായിട്ടുള്ള നിസയ്ക്കറിയില്ല. ആശുപത്രിയിൽ കിടക്കുമ്പോഴും നമ്മുടെ ഒസ്നൂർ കൂഡ്രറ്റിനോട് പറയുന്നുണ്ട്, നമ്മുടെ കുഞ്ഞു മരിച്ചിട്ടും നിങ്ങൾക്ക് ഒരു മാറ്റവുമില്ലല്ലോ, നിങ്ങൾക്ക് ഒരു വിഷമവുമില്ലല്ലോ. താൻ ചെയ്ത ദുഷ്പ്രവൃത്തിക്ക് കൂഡ്രറ്റ് ഇപ്പോൾ ഒസ്നൂറിനോട് സോറി പറയുന്നുണ്ട്. ഇനി എന്റെ ജീവിതത്തിലേക്ക് നീ വരരുത്, പക്ഷെ പോവരുതെന്ന് കാല് പിടിച്ച് ഒസ്നൂർ പറയുന്നുണ്ട്. അത് നമ്മുടെ കൂഡ്രറ്റ് കേൾക്കുന്നില്ല. ഇങ്ങനെ ഒരു റിലേഷനിൽ ചെന്ന് ചാടിയെങ്കിലും കൂഡ്രറ്റിന് അവന്റെ ഫാമിലി ആയിരുന്നു ഏറ്റവും വലുത്, പ്രത്യേകിച്ച് മകളായിട്ടുള്ള സൈദ. ബ്ലാക്ക് മാജിക്കിന്റെ ശക്തി കൊണ്ട് മാത്രമാണ് ഒസ്നൂറിന്റെ വലയിൽ കൂഡ്രറ്റ് കുടുങ്ങിയത്. ഒസ്നൂർ എന്ന് പറയുന്ന ബാധ ഒഴിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു കുടുംബം. അന്ന് രാത്രിയായപ്പോ കൂഡ്രറ്റും ഭാര്യയും കിടന്നുറങ്ങാണ്. മകളായിട്ടുള്ള സൈദയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ റൂമിലേക്ക് നടന്നു വരുന്നു. അവളുടെ 2 കൈയിലും ഓരോ കണ്ണ് വീതമുണ്ട്. ഇതെന്റെ കണ്ണിലേക്ക് വച്ചതാ ഉപ്പ എന്നാണ് അവൾ പറയുന്നത്. പെട്ടെന്ന് കൂഡ്രറ്റ് ഞെട്ടി എഴുന്നേറ്റു. അവൻ കണ്ട ഒരു സ്വപ്നമായിരുന്നു അത്. എങ്കിലും തന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അവൻ സൈദയുടെ റൂമിലേക്ക് പോയി നോക്കുന്നു. അവൾ നല്ല ഉറക്കത്തിലാണ്. നിസ പണ്ട് പ്രസവിക്കാനായിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് കുദ്രത്തിന്റെ അടുത്ത് പറയുമ്പോൾ കുദ്രത്താണെന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ ഈ ഒരു കുഞ്ഞിനാണെന്നുണ്ടെങ്കിൽ കാഴ്ചശക്തിയും അതുപോലെ തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇതേ സമയം ഒസ്നൂർ ആകട്ടെ, ഞാൻ നാട്ടിലേക്ക് ഒന്ന് പോകുന്നുണ്ട്, എന്റെ കൂട്ടുകാരിയുടെ മകന്റെ സുന്നത്തും കല്യാണമാണ്, നീ ഒറ്റയ്ക്കൊന്നും പോകണ്ട എന്ന് ഒസ്നൂറിന്റെ ഉമ്മ പറയുന്നുണ്ട്. ഞാൻ ഒരു വിധവയാണെന്ന് വെച്ചിട്ട് എനിക്ക് ഒറ്റയ്ക്കിറങ്ങി നടക്കാൻ പാടില്ലേ? ചുരുക്കി പറഞ്ഞ ഒസ്നൂറിന് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. അലി ഇസ്മായിൽ എന്നായിരുന്നു അവന്റെ പേര്. ആളിപ്പോ ഇല്ല, മരിച്ചുപോയി. വീണ്ടും മന്ത്രവാദിയായിട്ടുള്ള ഇഹ്സാൻ ഹോജിയുടെ വീടാണ് കാണിക്കുന്നത്. അതിനുശേഷം പള്ളിയിൽ ഉസ്താദ് എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. സാത്താൻ പല രീതിയിലും നമ്മളെ പ്രലോഭിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അതിലൊന്നും വീഴാതെ അള്ളാഹുവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള കൂഡ്രറ്റിനെ അപ്പൊ തന്നെ ഒസ്നൂർ വിളിക്കുന്നുണ്ട്. പക്ഷെ കൂഡ്രറ്റ് ആകട്ടെ അവളെ ആട്ടിപ്പായിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോ ഒസ്നൂർ വീണ്ടും ആ ഒരു മന്ത്രവാദിയെ കാണാനായിട്ട് തീരുമാനിക്കുന്നു. നിന്നെ ഞാൻ കാണിച്ചു തരാമടാ എന്നൊക്കെ ദേഷ്യത്തിൽ പറഞ്ഞ് അവൾ ഫോണും വെച്ചിട്ട് ഒരു ബസ്സിൽ കയറിയിട്ട് ഇപ്പോ ആ ഒരു ഇഹ്സാൻ ഹോജിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതേ സമയം കൂഡ്രറ്റിന്റെ മകളായിട്ടുള്ള സൈദ നല്ല കരച്ചില്. എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് അവളുടെ ഉമ്മയായിട്ടുള്ള നിസ അടുത്തേക്ക് ചെല്ലുന്നു. കാര്യമറിഞ്ഞ നിസയാകട്ടെ തന്റെ മകളെ സമാധാനിപ്പിക്കുകയാണ്. അന്ന് അർദ്ധരാത്രിയോട് കൂടിയിട്ട് ഇഹ്സാൻ ഹോജിയുടെ വീട്ടിലേക്ക് നമ്മുടെ ഒസ്നൂർ എത്തി. എങ്ങനെയെങ്കിലും കൂഡ്രറ്റിനെ സ്വന്തമാക്കണം.
അയാളുടെ ഭാര്യയായിട്ടുള്ള നിസയെ ഇല്ലാതാക്കണം. കയ്യിലും കഴുത്തിലൊക്കെ ഉണ്ടായിരുന്ന പൊന്നും പണവും ഒക്കെ തന്നെ ഈ ഒരു മന്ത്രവാദിക്ക് അവൾ എടുത്തു നൽകുന്നു. അങ്ങനെ ഈ മന്ത്രവാദി ഒരു പന്നിക്കൂടോത്രത്തെ പറ്റി പറയുകയാണ്. 5 രാത്രി കൊണ്ട് തന്നെ ഇത് ഫലം കാണും. എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അടുത്ത് മരിച്ച ഒരാളുടെ ശവശരീരത്തിൽ നിന്നും ഷിൻബോൺ, അതായത് ഒരു അസ്ഥി എടുത്തിട്ട് അതിന്റെ മുകളിലായി പന്നിയുടെ വയറ്റിലിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന കൊടലൊക്കെ വരിഞ്ഞു കെട്ടി ഉള്ള എന്തോ തരത്തിലുള്ള ഒരു കൂടോത്രം. പക്ഷേ ഈ കൂടോത്രം ചെയ്യാനായിട്ട് നിസയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടു ചെന്ന് കൊടുക്കാനായിട്ട് മന്ത്രവാദി പറയുന്നു. അതായത് ഉമിനീര്, നഖം, മുടി, ബ്ലഡ്, പിന്നെ ഒരു ഫോട്ടോ. പക്ഷേ ഈ ഒരു കൂടോത്രം ചെയ്യുന്നത് ആർക്കെതിരെയാണോ അവരുടെ റിലേറ്റീവ്സിനെയും ഇത് ബാധിക്കും. ഒസ്നൂർ അങ്ങനെ തിരികെ പോയി. ഈ സമയം ഇക്സാൻ ഹോജ എന്ന് പറയുന്ന ഈ കൊടും മന്ത്രവാദിയാകട്ടെ ഒരു പന്നിക്കുട്ടനെ പിടിച്ച് അതിന്റെ കഥ തീർക്കുന്നു. ഒസ്നൂർ ആകട്ടെ ഇപ്പൊ കുഡ്രറ്റിന്റെ വീട്ടിൽ എങ്ങനെ കയറി പറ്റാം എന്നത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവര് പിന്നെ കുടുംബക്കാരായോണ്ട് എപ്പോ വേണമെങ്കിലും ഇവക്ക് അങ്ങോട്ടേക്ക് കയറി ചെല്ലാം. ഈ സമയം ഇക്സാൻ ഹോജയും പുള്ളിക്കാരിയുടെ വയസ്സായിട്ടുള്ള ശിങ്കിടിയും കൂടി ചേർന്ന് ശവപ്പറമ്പിലേക്ക് എത്തി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇക്സാൻ ഹോജ ഒരു ശവം ഇപ്പൊ കുഴി തോണ്ടിയെടുത്ത് അതിൽ നിന്നും നേരത്തെ പറഞ്ഞതുപോലെയുള്ള അസ്ഥിയൊക്കെ കൈക്കലാക്കി. നമ്മുടെ കൂട്ടരറ്റ് ചിക്കൻ ഷോപ്പിൽ ആയിരുന്ന ആ ഒരു സമയത്ത് തന്നെ ഒസ്നൂർ കൂട്ടരറ്റിന്റെ വീട്ടില് സൂത്രത്തിൽ കയറിപ്പറ്റി. അവിടെ എല്ലാവർക്കും ഒസ്നൂറിനെ വലിയ കാര്യമാണ്. ഇവളുടെ ഉള്ളിരിപ്പ് എന്താണെന്ന് ആർക്കും അറിയില്ല. എനിക്കൊന്ന് ഫ്രഷ് ആവണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒസ്നൂർ ആകട്ടെ അവിടുത്തെ ബാത്റൂമിൽ കയറി. ട്രാഷിൽ കിടന്നിരുന്ന ഒരു പാഡ്, അതിൽ കുറച്ച് ബ്ലഡ് ഉണ്ടായിരുന്നു. അതെന്തായാലും നിസയുടെ ആയിരിക്കുമല്ലോ. അതും അതുപോലെ തന്നെ കുറച്ച് മുടിയും കാര്യങ്ങളൊക്കെ എടുത്തു അവള്. എന്നിട്ട് ഒന്നും അറിയാത്തവളെ പോലെ അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. കുഡ്രറ്റ് വന്നിട്ട് പോയാ പോരെ എന്നൊക്കെ ഭാര്യയായിട്ടുള്ള നിസ ചോദിക്കുന്നുണ്ട്. ഇല്ല, എന്റെ ബസ് പോകും, ഞാൻ പിന്നീട് ഒരു ദിവസം വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒസ്നൂർ അവിടെ നിന്നും തടി തപ്പി ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോ തന്നെ വഴിയിൽ വെച്ചിട്ട് നമ്മുടെ കുഡ്രറ്റിനെ കാണുകയാണ്. ഒസ്നൂർ തന്റെ വീട്ടിലേക്ക് വന്നതറിഞ്ഞ കുഡ്രറ്റിന് നല്ല ദേഷ്യം പിടിച്ചു. രണ്ടുപേരും കൂടി അവിടെ വെച്ചിട്ടും വഴക്കാവും. ഇനി മേലാൽ എന്റെ വീട്ടിലേക്ക് നീ വന്നു പോകരുത്, എന്റെ ഭാര്യയുമായിട്ട് നീ സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുഡ്രറ്റ് അവൾ അവിടെ ഒന്നും പറഞ്ഞയച്ചു. താൻ കളക്ട് ചെയ്ത എല്ലാ സാധനങ്ങളുമായിട്ട് ഇപ്പോ ഇക്സാൻ ഹോജയുടെ അടുത്തേക്ക് നമ്മുടെ ഒസ്നൂർ എത്തി. 5 ദിവസത്തിനുള്ളിൽ നീ വിചാരിച്ച കാര്യം നടക്കും. മെയ് 10 രാത്രി തൊട്ടിട്ടാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുക. 11, 12, 13, 14 കൂടിയിട്ട് ഈ ഒരു നിസയുടെ കഥ കഴിയുമെന്നും ഈ മന്ത്രവാദി പറഞ്ഞു. ഇക്സാൻ ഹോജ തന്റെ ശിങ്കിടിയായിട്ടുള്ള ആ ഒരു അമ്മാമ്മയുടെ കയ്യിൽ നിസയുടെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. അതായത് എല്ലാ രാത്രിയും ഈ വരുന്ന 5 ദിവസങ്ങളിലെ ഓരോ രാത്രിയും ഈ ഫോട്ടോയിൽ നിന്ന് 5 കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പട്ടിക്ക് തീറ്റ കൊടുക്കുക. ഓരോ ദിവസവും രാത്രിയും അവള് അനുഭവിക്കും. അതിനെല്ലാം ശേഷം 5ാമത്തെ ദിവസം അവളുടെ മരണം ഉറപ്പായിരിക്കും. ഇത് കേട്ടതും ഒസ്നൂറിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇക്സാൻ ഹോജ പറഞ്ഞതുപോലെ 10 രാത്രി അങ്ങനെ ശിങ്കിടി അമ്മാമ്മ അന്ന് രാത്രിയായപ്പോ ആ ഒരു ഫോട്ടോ 5 കഷ്ണങ്ങളാക്കി പട്ടിക്കുള്ള ഭക്ഷണത്തിൽ ചേർത്ത് പട്ടിക്ക് കൊടുത്തു. തൊട്ടടുത്ത നിമിഷം വയ്യാതെ കിടക്കുന്ന കുഡ്രറ്റിന്റെ അമ്മയ്ക്ക് ഒട്ടും ശ്വാസം കിട്ടാത്ത ഒരവസ്ഥ വരികയാണ്. ഈ സമയം കുഡ്രറ്റ് വീട്ടിലില്ല. തന്റെ കൂട്ടുകാരനോട് ഈ ഒരു ഒസ്നൂറിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് രാത്രിയായപ്പോ നിസയ്ക്കും എന്തൊക്കെയോ അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടുന്നു. ഏറെ വൈകിട്ടാണ് കുഡ്രറ്റ് ഇപ്പൊ വീട്ടിലേക്ക് എത്തുന്നത്. എല്ലാം ഒപ്പിച്ചു വെച്ചതിന് ശേഷം ഒസ്നൂർ ആകട്ടെ തിരികെ നാട്ടിലേക്ക് ബസ്സിൽ യാത്രയായി. ഇപ്പൊ സമയം ഏകദേശം 2 മണി 3 മണിയൊക്കെ ആയിട്ടുണ്ട്. നിസ്കരിക്കാനായിട്ട് നിസ എഴുന്നേറ്റു. അവൾ അങ്ങനെ വുളുക്ക് എടുത്തതിന് ശേഷം ഇപ്പൊ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അസഹനീയമായിട്ടുള്ള ഒരു ദുർഗന്ധം അവൾക്ക് അനുഭവപ്പെടുന്നു. കണ്ണു തുറന്നു നോക്കിയ നിസ ഞെട്ടിപ്പോയി. അവളുടെ മുമ്പിൽ ഇതേ ഒരു പന്നിത്തല. എന്ത് ചെയ്യണമെന്നറിയാതെ നിസ ഉറക്കെ കരയുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിസയാകട്ടെ കുഡ്രറ്റിന്റെ അമ്മയുടെ ദേഹമൊക്കെ തുടച്ചു കൊടുക്കുകയാണ്. ആ ഒരു അമ്മയുടെയും അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന വെള്ളമൊക്കെ ഇപ്പോ നിസ പുറത്തേക്ക് ഒഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോഴാണ് സെയ്ദ കിടക്കുന്നതിന്റെ കട്ടിലിനടിയിലായിട്ട് ഒരു പൊതി കാണുന്നത്. അവൾ അത് തുറന്നു നോക്കി. അതിനുള്ളിൽ സെയ്ദയുടെ ഒരു പാവയായിരുന്നു. പെട്ടെന്ന് നിസയ്ക്ക് എന്തൊക്കെയോ അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങി. അവൾ ആ ഒരു പാവയുടെ മുടിയൊക്കെ ഇപ്പൊ ചുമ്മാ മുറിക്കുന്നു. അതിനുശേഷം ഇവളുടെ വായിലേക്ക് തന്നെ ആ ഒരു മുടിയൊക്കെ തിരുകുന്നു. എന്താണ് ഇവള് ചെയ്യുന്നതെന്ന് അവക്ക് പോലും അറിയില്ല. പക്ഷെ ഇതൊക്കെ ചെയ്തു പോവുകയാണ്. ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് അവള് സ്വബോധത്തിലേക്ക് വരുന്നത്. അന്ന് രാത്രി കുഡ്രറ്റ് വീട്ടിലേക്ക് വന്നപ്പോ തന്നെ അവൾ ഈ കാര്യങ്ങളൊക്കെ കുഡ്രറ്റിനോട് പറഞ്ഞു. പക്ഷെ കുഡ്രറ്റ് ദേഷ്യപ്പെടുക മാത്രമാണ് ചെയ്തത്. അവൻ ഈ കാര്യങ്ങളിലൊന്നും തന്നെ യാതൊരുവിധ വിശ്വാസവുമില്ല. മകളുടെ മുൻപിൽ വെച്ച് ഇങ്ങനത്തെ ചീത്ത വാക്കുകൾ പ്രയോഗിക്കരുതെന്ന് അപ്പൊ തന്നെ കുഡ്രറ്റിനോട് ഭാര്യയായിട്ടുള്ള നിസ പറയുന്നു. ഈ സമയം എല്ലാം ഒപ്പിച്ചു വെച്ച ഒസ്നൂർ ആകട്ടെ ഇപ്പൊ ചുമ്മാ നടന്നു പോകുമ്പോൾ അവളുടെ ഫ്രണ്ടിലൂടെ ഒരു പൂച്ച പോകുന്നുണ്ട്. പെട്ടെന്ന് ഇവളെ പേടിപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ പെരിച്ചാഴി കുറുകെ ചാടുന്നു. വളരെ വൈകിയാണ് ഒസ്നൂർ അന്ന് വീട്ടിലേക്ക് എത്തിയത്. ഉമ്മ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഒസ്നൂർ ഒരു മറുപടി ഉമ്മയ്ക്ക് നൽകാതെയാണ് ഇപ്പൊ റൂമിലേക്ക് കയറി പോകുന്നത്. അന്ന് രാത്രി ഒസ്നൂർ കിടന്നുറങ്ങുമ്പോ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് എഴുന്നേൽക്കുന്നു. നോക്കുമ്പോ അവളുടെ മരിച്ചു പോയിട്ടുള്ള എക്സ് ഹസ്ബൻഡ് ആയിട്ടുള്ള അലി ഇസ്മായിലിന്റെ പ്രേതമായിരുന്നു അത്.
വളരെ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പോൾ ഇവളുടെ അടുത്തേക്ക് അയാൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പേടിച്ചു വിറച്ച നമ്മുടെ ഉസ്നൂറാകട്ടെ ഞെട്ടി എഴുന്നേൽക്കുന്നു. അതൊക്കെ പോട്ടെ, ഇവളെ സമാധാനിപ്പിക്കാനായിട്ട് റൂമിലേക്ക് കയറി വന്ന ഉമ്മയെയും ഇപ്പോൾ ഉസ്നൂർ വഴക്ക് പറയുകയാണ്. വീട്ടിലിരുന്ന് ഭ്രാന്ത് പിടിച്ച നിസയാകട്ടെ അന്ന് ആദ്യമായിട്ട് സെയ്ദയെ ക്ലാസ്സിലേക്ക് കൊണ്ടുചെന്നാക്കുന്നു. എന്നിട്ട് ഒരു പുഴയുടെ തീരത്തൊക്കെ പോയിരുന്ന് ചുമ്മാ ഇരിക്കുകയാണ്. പക്ഷെ അവൾക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. അതിനുശേഷം വീട്ടിലേക്ക് എത്തിയ നിസയാകട്ടെ കുഡ്രറ്റിന്റെ അമ്മയുടെ ശരീരമൊക്കെ തുടച്ച വെള്ളം കളയാനായിട്ട് അടുക്കളയിലേക്ക് പോകുന്നു. അതിനു മുമ്പായിട്ട് ഉമ്മയോട് അവൾ ഒരു കാര്യം പറയുന്നുണ്ട്. ഉമ്മക്ക് ഇപ്പൊ തന്നെ ഞാൻ ചായ കൊണ്ടുതരാം. ആ ഒരു ചളിവെള്ളം കളയുന്നതിന് മുമ്പായിട്ട് തന്നെ അവൾ അടുക്കളയിലേക്ക് പോയിട്ട് ചായയുടെ കോലം എന്തായെന്നൊക്കെ നോക്കുന്നുണ്ട്. അതിനുശേഷം അവൾ ആ വെള്ളം കളയാനായിട്ട് പുറത്തേക്ക് പോയി. ഈ സമയം എഴുന്നേറ്റ് പോലും നടക്കാൻ കഴിയാത്ത കുഡ്രറ്റിന്റെ ഉമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അടുക്കളയിലേക്ക് എത്തിയിട്ടുള്ള കുഡ്രറ്റിന്റെ അമ്മയാകട്ടെ ഇപ്പോൾ അവിടെ വെച്ചിരുന്ന ആ ഒരു ചായപാത്രം എടുത്ത് തലയിലൂടെ ഒഴിക്കുന്നു. ഇതും കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് നിസ വന്നത്. അവളാകെ ഞെട്ടിത്തരച്ച് അലറി വിളിക്കുന്നു. അങ്ങനെ കുഡ്രറ്റിന്റെ അമ്മ മരണപ്പെട്ടു. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും വന്നു. ഇതിനെല്ലാം കാരണക്കാരിയായിട്ടുള്ള ഉസ്നൂറും വന്നു. അവക്കും സങ്കടമുണ്ടെന്ന് കാണിക്കാനായിട്ട് നല്ല അഭിനയമാണ് അവളിപ്പോ കാഴ്ചവെക്കുന്നത്. സെയ്ദയെ സമാധാനിപ്പിക്കുന്നു, അവിടെ വന്നിട്ടുണ്ടായിരുന്ന എല്ലാവരെയും സൽക്കരിക്കുന്നു, അങ്ങനെ പലതും. അന്ന് രാത്രിയായപ്പോ സെയ്ദ എന്തോ ഉറക്കത്തിൽ കണ്ടിട്ട് ഇപ്പൊ എഴുന്നേറ്റ് കരയുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുഡ്രറ്റ് വീട്ടിലേക്ക് ഇപ്പൊ കയറിയപ്പോ അവന് കാണാൻ സാധിക്കുന്നത് തന്റെ ഭാര്യയായിട്ടുള്ള നിസയുടെ രൂപത്തിലുള്ള ഒരു പ്രേതത്തെയാണ്. ഭൂതപ്രേത പിശാചുകളിലൊന്നും യാതൊരുവിധ വിശ്വാസവുമില്ലാത്ത കുഡ്രറ്റ് ഈ കാര്യം കണ്ടപ്പോൾ ഒന്ന് നടുങ്ങിപ്പോയി. അപ്പൊ തന്നെ കുഡ്രറ്റ് ഞെട്ടി ഉണരുകയും ചെയ്തു. അതൊരു സ്വപ്നം മാത്രമായിരുന്നു. തനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് ഇപ്പൊ ഭാര്യയായിട്ടുള്ള നിസയോട് കുഡ്രറ്റ് പറഞ്ഞു. ഇപ്പൊ കുഡ്രറ്റിനും ഈ കാര്യങ്ങളിലൊക്കെ നല്ല വിശ്വാസമുണ്ട്. ഉസ്താദിനെ കണ്ട് ഉടൻ തന്നെ വിവരം പറയാമെന്ന് ഭാര്യയോട് അവൻ പറയുകയും ചെയ്തു. തീർച്ചയായും നമുക്കതിന് പരിഹാരമുണ്ടാക്കാമെന്നും ഉസ്താദ് ഉറപ്പുകൊടുത്തു. ഉസ്നൂർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ എന്തൊക്കെയോ സംശയങ്ങൾ ഇപ്പൊ ഇസ്മായിലിന്റെ ഉമ്മയ്ക്ക് തോന്നുന്നുണ്ട്. ഇതേ സമയം തന്നെ ഉസ്താദ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്നത് എന്ത് ബ്ലാക്ക് മാജിക് ആണെന്ന് നമുക്കറിയില്ല, പക്ഷേ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ അന്ന് രാത്രി സെയ്ദയും നിസയും മാത്രമാണ് വീട്ടിലുള്ളത്. ബാത്റൂമിന്റെ സൈഡിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് നിസ അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ്. അവൾ ഞെട്ടിപ്പോയി. മരിച്ചുപോയ കുഡ്രറ്റിന്റെ ഉമ്മ ദേ അവിടെ നിൽക്കുന്നു. യൂറോപ്യൻ ക്ലോസറ്റിലേക്ക് എന്തോ ബ്രെഡൊക്കെ അരിഞ്ഞ് ഇട്ടോണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവളെ കണ്ട പാടെ തന്നെ ആ ഒരു യൂറോപ്യൻ ക്ലോസറ്റിലേക്ക് കൈയിട്ടിട്ട് അതിൽ നിന്ന് എന്തൊക്കെയോ വാരിത്തുന്നു. ഇത് കണ്ട് പേടിച്ച് നമ്മുടെ നിസയാകട്ടെ അലറി വിളിക്കാൻ തുടങ്ങി. ആ പ്രേതത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിസ ഇപ്പോ അവളുടെ റൂമിൽ കയറി വാതിലടച്ച് ഇരിപ്പാണ്. അപ്പോഴേക്കും കുഡ്രറ്റ് റൂമിലേക്ക് എത്തി അവളെ സമാധാനിപ്പിക്കുന്നു. പോയി 13-ാം തീയതിയായി. അന്നത്തെ ദിവസം രാത്രിയായപ്പോൾ നമ്മുടെ ഉസ്നൂർ കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. അവളങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. തൊട്ടടുത്ത മുറിയിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അവളങ്ങനെ അങ്ങോട്ടേക്ക് പോയി നോക്കിയപ്പോൾ നിസയുടെ രൂപത്തിലുള്ള ഒരു പ്രേതരൂപം അവളുടെ കയ്യിലായിട്ട് ഒരു കുഞ്ഞുമുണ്ട്. ആ ഒരു പ്രേതാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ അവിടെ ഇട്ട ശേഷം ഇവളുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്നു. ഉസ്നൂർ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു അങ്ങനൊരു മൂവ്മെന്റ്. അവളാകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. പിന്നീട് അവൾ നോക്കുമ്പോൾ അവിടെ ഒരു പ്രേതത്തെയും കാണാനില്ല. ഉടൻ തന്നെ ഉസ്നൂർ ഇക്സാൻ ഹോജിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇവളീ സംസാരിക്കുന്ന കാര്യമെല്ലാം തന്നെ ഇസ്മായിലിന്റെ ഉമ്മ കേൾക്കുന്നുണ്ടായിരുന്നു. ഇവൾ ഇത്രയ്ക്കും ക്രൂരയായിരുന്നോ എന്നാണ് ഇസ്മായിലിന്റെ ഉമ്മ ഇപ്പോൾ ചിന്തിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നിസയെയും മകളായിട്ടുള്ള സെയ്ദയുമാണ്. നിസയാകട്ടെ ഇപ്പോൾ മറ്റൊരവസ്ഥയിലേക്ക് പോവുകയാണ്. അതായത് അവൾക്കിപ്പോൾ തൂങ്ങി മരിക്കണം എന്നുള്ള ഒരു തോന്നൽ വരുന്നു. അവളങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു കയറൊക്കെ എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ലൈറ്റിന്റെ മുകളിൽ കെട്ടിയിട്ട് ഇപ്പൊ മരിക്കാനായിട്ട് നിൽക്കുന്ന ആ സമയത്ത് തന്നെ എന്തോ ഭാഗ്യത്തിന് കുഡ്രറ്റ് അങ്ങോട്ടേക്ക് വന്നു. തന്റെ ഭാര്യയായിട്ടുള്ള നിസയെ പുള്ളിക്കാരൻ രക്ഷിച്ചു. അപ്പോഴേക്കും അമ്മയ്ക്ക് എന്താ പറ്റിയേ എന്നൊക്കെ സെയ്ദ വിളിച്ചു ചോദിക്കുന്നുണ്ട്. കാരണം ആ പാവത്തിന് കണ്ണു കാണില്ലല്ലോ. സമയം ഉസ്താദാകട്ടെ ഈ ബാധയെ ഒഴിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നു. ഇന്ന് വൈകിട്ടാവുന്നതോട് കൂടിയിട്ട് തന്റെ ഭാര്യയെ ഉസ്താദിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ടാണ് കുഡ്രറ്റിന്റെ തീരുമാനം. സെയ്ദയെ നോക്കാനായിട്ട് ഇസ്മായിലിന്റെ ഉമ്മയെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ രാത്രിയായപ്പോ നിസയും കൂട്ടിയിട്ട് നമ്മുടെ കുഡ്രറ്റ് ഉസ്താദിന്റെ അടുത്തേക്ക് പോകുന്നു. ഇതേ സമയം തന്നെ ഉസ്നൂർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് അവൾ പ്ലേറ്റിലേക്ക് നോക്കിയപ്പോ അത് മൊത്തം അട്ടകളാണെന്ന് പിന്നീടാണ് അവൾക്ക് മനസ്സിലാവുന്നത്. 2-3 അവൾ ഓൾറെഡി കഴിച്ചിട്ടുമുണ്ടായിരുന്നു. എല്ലാം തുപ്പിക്കളഞ്ഞതിന് ശേഷം നിൽക്കുമ്പോൾ ദേണ്ടട ഒരു പ്രേതം അവളെ വന്ന് ആക്രമിക്കുകയാണ്. അവളുടെ ശരീരമാകെ വരിഞ്ഞു മുറുകുകയും അതുപോലെ തന്നെ നെല്ലുകളൊക്കെ ഒടിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഉസ്താദിന്റെ അടുത്തേക്ക് എത്തിയിട്ടുള്ള നമ്മുടെ നിസയും ഭർത്താവായിട്ടുള്ള കുഡ്രറ്റിനെയുമാണ്. ഉസ്താദ് വന്ന് ഇപ്പൊ സജ്ജീകരണം ചെയ്ത ആ ഒരു ഹാളിലേക്ക് രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ ഖുർആൻ പാരായണവും അതുപോലെ തന്നെ തന്റെ സിദ്ധിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു ബാധയെ ഒഴിപ്പിക്കാനായിട്ട് ഉസ്താദ് ശ്രമിക്കുന്നു. ആദ്യം തന്നെ ഒരു കറുത്ത തുണി ഇപ്പൊ നിസയുടെ മുഖത്ത് ഇടുന്നുണ്ട്. അങ്ങനെ
അങ്ങനെ ഈ ഒരു ബാധയെ പുറത്താക്കാനായിട്ട് ഉസ്താദ് ഇവളുടെ തലയ്ക്ക് അടിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ കുഡ്രറ്റ് ആദ്യം അതിന് സമ്മതിച്ചില്ല. പക്ഷെ ഇവളാണെന്നുണ്ടെങ്കിൽ ബാധ കയറിയിട്ട് ഇവരെ രണ്ടുപേരെയും ഉപദ്രവിക്കുന്ന ഘട്ടം വന്നവ തന്നെ നമ്മുടെ ഉസ്താദ് തലയ്ക്ക് ഒരറ്റടി. അതോടുകൂടിയിട്ട് തന്റെ ഭാര്യയെ കൊല്ലാനായിട്ട് ഇയാള്, അതായത് ഈ ഉസ്താദ് ശ്രമിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഉസ്താദിനെ ആക്രമിക്കുകയാണ് കുഡ്രറ്റ്. അപ്പോഴാണ് ഉസ്താദ് ഒരു കാഴ്ച നമ്മുടെ കുഡ്രറ്റിന് കാണിച്ചു കൊടുക്കുന്നത്. അത് സൈദയായിരുന്നു. അതായത് സൈദയുടെ ദേഹത്താണ് ഈ ഒരു ശാപം ഏറ്റിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞ അന്ന് ആ ഒരു വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത കുറച്ച് വസ്തുക്കളുടെ കൂട്ടത്തില് പാഡ് ഉണ്ടായിരുന്നല്ലോ, ആ പാഡ് ശരിക്കും സൈദയുടേതായിരുന്നു. നമ്മുടെ സൈദ ഒരു ദിവസം കരഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ബെഡിൽ വെച്ചിട്ട് അമ്മ അവളെ സമാധാനിപ്പിക്കുകയും ചെയ്തു. അന്നാണ് ആദ്യമായിട്ട് നമ്മുടെ സൈദയ്ക്ക് പീരീഡ് ആയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കുഡ്രറ്റിന്റെ ഉമ്മയും പിന്നെ നമ്മുടെ ഒസ്നൂറും മരണപ്പെട്ടത്. കാരണം സൈദയുടെ റിലേറ്റീവ് ആണല്ലോ. ഒസ്നൂർ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല ഇങ്ങനൊരു പണി തിരിച്ചു കിട്ടുമെന്ന്. സൈദയുടെ ദേഹത്ത് കയറിയിട്ടുള്ള ആ ഒരു പ്രേതം ഇപ്പൊ നമ്മുടെ കുഡ്രറ്റിനെയും തീർക്കാനായിട്ട് പോവുകയാണ്. ഇങ്ങനൊരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. 2014 പുറത്തിറങ്ങിയിട്ടുള്ള സിക്കിൻ എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിന് ഒരുപാട് പാർട്ടുകളുണ്ട്. അപ്പോൾ ഇനി ഈ 2ാം പാർട്ട് 3ാം പാർട്ട് അങ്ങനെ ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.